ടു അവർ ചാനൽ വീണാസ് പഹീലി. ഇന്നത്തെ വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു ചാലഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് വൈഫ് ചാലഞ്ച് ഒന്നുമില്ല, ഞങ്ങൾക്ക് പരസ്പരം എത്രയധികം ഞങ്ങൾ അറിയാമെന്നുള്ളതിന് ചുമ്മാ ഒരു ഫണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ 2014 ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒക്ടോബർ 9 അല്ലേ. അതായത് പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞ സംഭവം നടന്നതാണ്. അപ്പോൾ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പൊ എത്രത്തോളം നമുക്ക് പരസ്പരം അറിയാന്നുള്ളത് ഇപ്പൊ കാണാം. നമ്മളെ പറ്റിയുള്ള ചരിത്രമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി, 5 ക്വസ്റ്റ്യൻ ആളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞു. അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. വീഡിയോ അപ്പൊ എക്സ്ട്രാ ഫണ്ട് ആയിക്കോട്ടെ. മണ്ടത്തരാവെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, തുടങ്ങിയാലോ? എന്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കുന്നത്? സ്ഥലപ്പേര് എന്തിന്? അത് കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല, അതെന്താ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് അതിന്റെ ഉത്തരം ഞങ്ങൾ എഴുതും, റിവീൽ ചെയ്യും. അപ്പൊ അതിൽ തെറ്റുണ്ടെങ്കിൽ ആരെ തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെന്റും ഉണ്ട് കേട്ടോ. രസകരമായിട്ട് ജസ്റ്റ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് കുഴപ്പമില്ല, എനിക്കറിയണല്ലോ, അതാണല്ലോ ചാലഞ്ച്. ഫീലുണ്ട് ഞങ്ങളുടെ കൂടെ. ഉറക്ക വായിക്കണേ, ക്യാമറ നോക്കി. അത് ഞാൻ വീണയുടെ കൂടുതലുള്ള കോസ്മെറ്റിക് കളക്ഷൻ. എന്നിട്ട് സ്ക്രീനിൽ ആൻസർ ആണോ? അല്ല, ക്വസ്റ്റ്യൻ ആൻസർ എഴുത്. ആൻസർ ആണ് ആൻസർ ഫസ്റ്റ് 1 എഴുതിട്ട് എഴുതിക്കോ. വീണയുടെ കൂടുതലുള്ള കോസ്മെറ്റിക് എന്ന് പറയുമ്പോ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വള, കമ്മല്, മാല, അതൊക്കെ അതിൽ കൂടുതലുള്ളത് ഏതാന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഈക്വൽ ആയിട്ട് വരില്ലേ അപ്പോ? ഇപ്പൊ കാണാം. നീ മാസം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തണ? നീ മാസം ഓക്കേ. എന്തൊരു ഫസ്റ്റ് പണിഷ്മെന്റ് അച്ചപ്പോ. കമ്മലുണ്ട്, കമ്മൽ ഇഷ്ടം പോലെ ഉണ്ട്, മൂക്കുത്തി ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, എഴുത്. ഏതാ തോന്നണെന്നുണ്ടെങ്കിൽ അത് എഴുത്, പറയൊന്നും വേണ്ട. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പെട്ടെന്ന് കാണുമ്പോ ഏറ്റവും കൂടുതൽ ഏതാ മനസ്സിൽ വരുന്നത് അങ്ങോട്ട് എഴുതുക. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇതല്ലേ ചാലഞ്ച് അല്ലേ? 10 വർഷമായിട്ട് അറിയുമ്പോ അതൊക്കെ അറിഞ്ഞിരിക്കട്ടെ. അങ്ങോട്ട് ഇടും. കണിയട്ടെ, ഒരുമിച്ച് അടിക്കോ? ഇയറിംഗ്സ്, കമ്മൽ. രക്ഷപ്പെട്ടു. യെസ്. ഓ, ശ്രദ്ധിച്ച്. ഇനി അടുത്ത് എന്നാലും ഏകദേശം ഐഡിയ കിട്ടിയില്ല. വേറെ ഒന്നും എനിക്ക് ചെയ്താണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കാന്തിവല്ലി നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര്. നോട്ട് ഫ്ലാറ്റ് നെയിം, ആ ജംഗ്ഷന്റെ പേര്. ഈശ്വരപ്പെട്ടു. ഞങ്ങള് ബൊബൈല് കാന്തിവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നു. ആ ജംഗ്ഷന്റെ പേര് ഏതാ? നോ ഐഡിയ. അറിയില്ല. താക്കൂർ കോംപ്ലക്സ്. ഇത് PSC ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. പണിഷ്മെന്റ് ഇതാണോ? പണിഷ്മെന്റ് എടുക്കാൻ പോവാണേ. അപ്പൊ നീ എഴുതിയ പണിഷ്മെന്റ് കിട്ടുമല്ലോ.
ബൈക്ക് ഓടിക്കുന്നത് പോലെ അഭിനയിക്കുക. എല്ലാം ചെയ്യണം. ഇരുന്നിട്ട് പോരെ? എല്ലാം ചെയ്യണം. ബൈക്കും ഇരുന്നോട്ടാ. ബൈക്കും ഇരുന്നു. ബ്രേക്ക് പിടിച്ചു. ബൈക്കാണ്, സ്കൂട്ടി അല്ല കേട്ടോ. സ്കൂട്ടി അല്ല, ബൈക്കാണ്. ബൈക്കാണ്. ഗിയറൊക്കെ ഇടണം. ഗിയറൊന്നും എനിക്കറിയില്ല. അപ്പൊ ഹാൻഡിൽ പിടിച്ചു, ബ്രേക്ക് പിടിച്ചു, കിക്കർ അടിക്കാട്ടോ. കിക്കർ അടിച്ചു. ഗിയർ ഞാൻ ഇവിടെ കിട്ടൂട്ടോ. ഗിയർ ഇട്ടു, ബ്രേക്ക് റിലീസ് ചെയ്തു. ഹെൽമെറ്റ് വെച്ചിട്ട് ബ്രേക്ക് റിലീസ് ചെയ്ത്. ബ്രേക്ക് റിലീസ് ചെയ്യും. ബ്രേക്ക് കാലുമല്ല, ബ്രേക്ക് ക്ലച്ചല്ലേ. സോറി. അപ്പൊ കാലുമില്ലേ ക്ലച്ച്? ഇത് ഫ്രണ്ട് ബ്രേക്ക്. ക്ലച്ച് ഗിയർ. ഓക്കേ. ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ. ഞാൻ വണ്ടി ഓടിച്ചു. ഓക്കേ, ശരി ശരി. പോയിട്ടോ. ഓക്കേ, ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടി പണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കേ, എടുക്കാം. PSC ക്വസ്റ്റ്യൻസ് ഓർമ്മ. ഇതാർക്കാ ചെയ്യാനുള്ളത്? ഇത് ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ അല്ലേ? അതറിയില്ല, ഏതെങ്കിലും എടുക്ക്. എടുത്തു. വീട്ടിലെ ഫേവറേറ്റ് എന്റെ സ്പോട്ട്. നിന്റെ സ്പോട്ട് അല്ലേ? എഴുത്. പറയുന്ന വേണ്ട, എഴുതാ, കാണിക്കാം. ആലോചിക്കാൻ വേണോ? റൂമാണോ ഉദ്ദേശിക്കുന്നത്? ഈ വീട്ടിലെ എന്റെ ഫേവറേറ്റ്. ഈ വീട്ടിലെ? ഓക്കേ. ഞാൻ എന്റെ വീട്ടിലാണ്. ചേലൂര് വീട്ടിലെ ഫേവറേറ്റ് സ്പോട്ട്. അയ്യോ, കണ്ട. അയ്യോ, എന്താ നടുമുറ്റം. എന്താ ഭാര്യ നന്നായിട്ട് അറിയാം. ഇപ്പൊ ചേട്ടനല്ലേ ഞാനല്ലേ എടുക്കണ്ടേ? അതെ, ഞാൻ തന്നെ എഴുതിയാണോ? ആവടി, ചെന്നൈ. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേര്. അല്ലല്ല, ആവടി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര്. അയ്യോ, അമ്മ വലിയ കാര്യത്തില് അച്ഛനെ പൊട്ടിക്കാൻ വേണ്ടിട്ട് അമ്മ ഫേവറേറ്റ് സ്പോട്ടൊക്കെ ചോദിച്ചത് അച്ഛൻ പറഞ്ഞിട്ടാ. പണി ഇരിക്കാനുള്ള കിട്ടി. ലേറ്റ് ആവന്താലും ലേറ്റസ്റ്റ് ആയിട്ടാ പറയുക. ഓർമ്മയില്ല. സിൽക്ക്. സിൽക്കായിട്ട് ബന്ധപ്പെട്ടുള്ള പേരാ. ഇതാണ് പേരിട്ടാ, പരുത്തിപ്പട്ട്. ഓർമ്മയുണ്ട്, പക്ഷെ കേട്ടപ്പോ മനസ്സിലായി പരുത്തിപ്പട്ട്. പിന്നെ നീ എഴുതിയ പണിഷ്മെന്റ് ചെയ്യാൻ പാടും. കൈവിരലുകൾ ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കുക. ഇതിങ്ങനെ പഠിക്കണം. ഇനി കാണിക്കണം, പറഞ്ഞ പ്രാവശ്യമില്ല.
ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ വളരണം. അങ്ങനെ നിനക്ക് പറ്റില്ല. നിനക്ക് കാണിക്കാം. ഇങ്ങനെയൊന്നും വളയില്ല. എല്ലിനെന്താ കുഴപ്പമില്ല. ഇത് പിടിച്ചിട്ടില്ല. ഇത് എന്ത് പണിഷ്മെന്റ് ആണ്? ഇങ്ങനെ കാണിക്ക്. ഇതുപോലെ കാണിക്ക്. അങ്ങനെയൊന്നും വളയില്ല. അതെല്ലാവർക്കും അതേപോലെ വളയുന്നുണ്ടോ? വളയ്ക്കണം, അതുപോലെ ചെയ്യണം. എന്റെ പണിഷ്മെന്റ് കാണണം. അത് കിട്ടില്ലല്ലോ. യോഗ ഇല്ലല്ലോ. യോഗ ഇല്ല. അച്ചെടുക്കൂ ഇനി. ഏതെങ്കിലും ടഫ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതിയായിരുന്നു. പ്രിൻസിന്റെ വീക്ക്നെസ് എന്ത്? അയ്യോ ഇത് പ്രശ്നമാണല്ലോ. ഞാൻ എഴുതാൻ പോവാ. എഴുതിട്ട് കാണിക്കാം. എന്നിട്ടാ പാരന്റ്സ്. എനിക്കറിയായിരുന്നു. നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. നീ എടുക്കണം. പണിഷ്മെന്റ് കിട്ടും. ഞാൻ കൊണ്ടുപോകുന്നു. മൈ ഫേവറേറ്റ് കസിൻ നെയിം. പെട്ടെന്ന് കിട്ടിയ നിത്യ ചേച്ചി. നിത്യ ചേച്ചി. നിത്യ ചേച്ചി. ഓക്കെ. അടുത്തത് ഞാനല്ല. കിട്ടിയ പണിഷ്മെന്റ് ഒരെണ്ണം അച്ഛന് കിട്ടണേ. പണിഷ്മെന്റ് വീണയുടെ ഇഷ്ടപ്പെട്ട മേക്കപ്പ് ഐറ്റം. ആൾക്ക് കിട്ടാത്ത ഭാഗങ്ങൾ തന്നെയായിരിക്കും. എഴുതാം. എഴുതാം. എഴുതിക്കോ. ലിപ്സ്റ്റിക്. പണിഷ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും? ലാസ്റ്റ് ബാക്കി വന്നത് ലാസ്റ്റ് വെച്ചാണ് തന്നെ എല്ലാം ചെയ്യും. ഞാൻ എടുക്കണം. അല്ല ഞാനല്ല എടുക്കണ്ടേ? കൺഫ്യൂഷനാ. പിച്ചേട്ടൻസ് ഫസ്റ്റ് പിണക്കം. ഫസ്റ്റ് പിണക്കം. അത് സെന്റൻസ് ആയിട്ട് എഴുതണം. അതിപ്പോ ജസ്റ്റ് എഴുതിയിട്ട് പിന്നെ പറയുമ്പോ എന്താണോ? മാരേജിന് ശേഷമാണോ മാരേജിന് മുന്നാണോ? 10 വർഷമായിട്ട് നമുക്ക് അറിയാലോ. അതാ 10 വർഷം പറഞ്ഞത് മാരേജിന് മുന്നേ കൂടിയിട്ടാണല്ലോ. മുന്നും കൂട്ടിയിട്ട്. പിന്നെ എപ്പോഴും ആദ്യത്തെ പിണക്കം നമ്മൾ കണ്ടുകൂട്ടിയിട്ട് ആദ്യത്തെ പിണക്കം. അതായത് യു പിണങ്ങിയത്. ഞാൻ പിണങ്ങിയതാ. ക്ലൂ തരുമോ? കല്യാണത്തിന് ശേഷമാണോ? അല്ല, മുൻപ്. അത് ക്ലൂ. അപ്പൊ ഓക്കെ. അയ്യോ എന്നിട്ടാ? അയ്യോ ഓക്കെ. യൂണിവേഴ്സൽ വേസ്റ്റ്. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞങ്ങള് ചാറ്റ് ചെയ്തോണ്ടിരിക്കില്ലേ, കല്യാണം, അതായത് പെണ്ണ് കാണാൻ വന്ന് ഞാൻ പഠിക്കായിരുന്നു. അപ്പോ 1.5 വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോ എപ്പോഴോ തുടക്കത്തിൽ തന്നെയാ, ഏകദേശം 1 month ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ട്, നമ്പറൊക്കെ ഇട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ എന്തോ സംസാരം വന്നപ്പോ ഞാൻ അത് ചുമ്മാ അങ്ങോട്ട് പറഞ്ഞതാ, യൂണിവേഴ്സൽ വേസ്റ്റ് എന്ന് പറഞ്ഞ എന്തോ പറഞ്ഞപ്പോ ജസ്റ്റ് തമാശ പോലെ പറഞ്ഞത്. പക്ഷെ അത് ആൾക്ക് ഹേർട്ടായി. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാൻ കാഷ്വലി പറയുന്ന പോലെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി.
അപ്പൊ അതാൾക്ക് വിഷമായി. അപ്പൊ പിന്നെ പറഞ്ഞത് പിന്നെ മിണ്ടുന്നില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അപ്പോഴും പിന്നെ പറഞ്ഞ അങ്ങനെ വിളിച്ചപ്പോ ഞാൻ തോൽപ്പിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെട്ട് ചാലഞ്ച് ഒക്കെ ഉണ്ടാക്കിയതാണ്. ഒരു കാര്യമില്ല. എനിക്ക് ശരിക്കും ഞാൻ വിചാരിച്ചത് എനിക്ക് ഓർമ്മശക്തി കുറവാണ്. എനിക്ക് പഴയ സ്ഥലപ്പേരുകള് ഓർമ്മയില്ല. അതുകൊണ്ട് നെയിംസ് ആണ് ഓർമ്മയില്ലാത്തത്. സിയോട്ടർ എന്താ പേരോ? ഇത് ഞാൻ എഴുതാറുണ്ട്. ഞാൻ എഴുതാം. വായിച്ചോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോറി. എന്റെ പാന്റിന്റെ സൈസ് എത്ര? പാന്റിന്റെ സൈസ് കേട്ടോ. സൈസ് എന്നൊക്കെ ഞാൻ പറയുന്നത് 32-34 അല്ലേ? ഈശ്വരാ. ഇല്ല 34 എടുത്തോ. ഇല്ല 34 ലൂസാ. 32 ഇല്ല ട്ടാ 34 ലൂസാണ് എനിക്ക്. 32 ലൂസാണ്. ഇല്ല എടുത്തോ. പണിഷ്മെന്റ് ഇല്ല 32 ആണ് എന്റെ. 34 എടുത്തിട്ടുണ്ട് കേട്ടാ. അതായത് കഴിഞ്ഞ ലാസ്റ്റ് ജീൻസ് എടുത്തപ്പോ കല്യാണിന്റെ പുതിയ കടയിൽ നിന്ന് ജീൻസ് എടുത്തപ്പോ 10 പുഷപ്പ് എടുത്തോ. എങ്ങനെ ഇവിടെ പുഷപ്പ് ചെയ്യാം? ഞാനും വീഡിയോ എടുത്തോളാം. ബോസ് ലാസ്റ്റ് കേട്ടോ. മുംബൈ ബോയ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത സാറിന്റെ പേര്. നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ നാവിന്റെ തുമ്പത്തെട്ടിക്ക് ഓർമ്മ കിട്ടില്ല. മുഖമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പേര് ഓർമ്മ കിട്ടുന്നില്ല. ക്ലൂ തരുമോ? അതൊക്കെ മനസ്സിലായി. മരിച്ച ചേച്ചി അച്ഛനല്ലേ? മരിച്ച ഒരു സിനിമ നടന്റെ പേരാണ്. കൊറേ നടന്മാര് മരിച്ചിട്ടില്ലേ? ദിലീപിന്റെ അച്ഛനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ ദിലീപിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ദിലീപിന്റെ അച്ഛൻ സഹോദരൻ. ദിലീപിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹരിശ്രേഷോകന സിദ്ദിഖ്. അതൊന്നല്ല അറിയാം. അന്ന് ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലും വലിയ കൊടുക്കാനാ നാഷണൽ അവാർഡ് കിട്ടിയ നടൻ. ദിലീപിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മരിച്ചുപോയി. ഇതിലും കൂടുതൽ മലയാള സിനിമയിൽ ഒരു ക്ലൂ എന്താ കൊടുക്കാം? ഇഷ്ടം പോലെ പേര്. ഒരാൾ പറഞ്ഞ ഈ 3 ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലൂ ചെയ്തിട്ടുള്ളത് അവിടെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോണ്ടിരിക്കുന്നവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആരാണെന്ന് അറിയാണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയ നടന്മാരാലോചിക്കേ മലയാളത്തിൽ നിന്ന്. മധുവിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? നീ നിന്റെ ചാനലിൽ വെറുതെ പറഞ്ഞതാ. ഞാൻ അറിയാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ. അയ്യോ എന്റെ നാക്കിന്റെ തുമ്പത്തിന്റെ പേര് കിട്ടണ്ടേ? പേരിൽ തമിഴ് നടനുണ്ട്. ആളും മരിച്ചു. ഇനി വേറൊരു ക്ലൂ തരാം. എന്റെ ഒരു അളിയന്റെ പേരും ആ പേരാണ്.
ഇതിലും കൂടുതൽ ക്ലൂ ഒന്നും പറഞ്ഞല്ലേ? ചേട്ടന് കൊറേ അളിയന്മാരില്ലേ? ആ പറഞ്ഞു, എന്റെ അളിയന്മാർ ആലോചിച്ചു. മൂന്ന് അക്ഷരമല്ലോ, അക്ഷരം നല്ല പറയാ, 3 അക്ഷരമുള്ള പേര്. ഇല്ല, ഇത് ലോക കോമഡി ഉണ്ടാ. എന്നാ പറയാ, ശ്രീകൃഷ്ണനായിട്ട് ബന്ധമുണ്ട്. ശ്രീകൃഷ്ണനായിട്ട് ബന്ധമുണ്ടെന്നോ? ചെവിടടിക്കണ്ട്, തോളിലിരുന്ന് ചെവിടടിക്കാൻ കേട്ടോ. എന്തെന്നാ വേണ്ട ബില്ലുല്ലേ? വായിലിട്ടോ കുഞ്ഞൂസ്, കിട്ടിയോ? ഇത്രയും ക്ലൂ പറഞ്ഞിട്ട് കിട്ടിയില്ല, തോറ്റോ? എന്തൊരു ക്ലൂ അത്, മനുഷ്യന് കിട്ടാത്തവരെ ക്ലൂ പറഞ്ഞു. പണിഷ്മെന്റ് എടുത്തോ? തോറ്റോ? തോറ്റില്ലേ? അതിന് പണിഷ്മെന്റ് എന്തായാലും ചെയ്യണം. ഈ ക്ലൂകൾ പറഞ്ഞു കൊടുക്കാം, ഇനിയും കിട്ടും നോക്കാം. ഓടക്കൂടലിന്റെ വേറൊരു പേര്. ഇംഗ്ലീഷ് പറയാ, ഫ്ലൂട്ട്. മലയാളം ഓടക്കൂടൽ വേറൊരു മലയാളം പര്യായം ഉണ്ട്. മലയാളം പഠിക്കാത്ത എന്നോട് പര്യായം ചോദിക്കണു. വേറെ മോഹൻലാലിന്റെ ഒരു നല്ല വലിയ പാട്ടുണ്ട്, മറ്റേ 6-ാം നമ്പരാനില്. അതിൽ 2ാമത്തെ വീട് ഈ പാട്ടാണ്. മുരളിച്ചേട്ടൻ, മുരളി സാറ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അറിയാത്തല്ലേ? അത് പറഞ്ഞു നിനക്ക് പെട്ടെന്ന് കിട്ടില്ലേ? പെട്ടെന്ന് കിട്ടാൻ പാടില്ല. ഇത് ദിലീപിന്റെ അച്ഛനായിട്ട് അന്വേഷിച്ചു, കൂട്ടുകാരൻ റൺവേല് കൂട്ടുകാരൻ, നാഷണൽ അവാർഡ് പുലിജന്മത്തിനായിട്ട്. മമ്മൂട്ടിയുടെ കൂട്ടുകാരനായിട്ട് അമരത്തില്. ഇത് നിന്റെ എന്റെ നിന്റെ ഞാൻ എഴുതുന്ന പണിഷ്മെന്റ് അല്ല. എന്തുട്ടാ ഇമിറ്റേറ്റ്? Imitate a celebrity only with face expressions. അത് ഞാൻ മനസ്സിലാക്കും വേണ്ടേ? ഒരു എക്സ്പ്രഷൻ വരാത്ത ആളൊക്കെ ആക്ച്വലി എനിക്ക് വേണ്ടി വെച്ചതാ ഞാൻ. മനസ്സിലാവാത്ത പോലെ എനിക്ക് ഇന്നസെന്റാ? അതെന്നാണോ ഉദ്ദേശിച്ചത്? കഴിഞ്ഞില്ലേ? ആരാ ജയിച്ചത്? നല്ലോണം പൊട്ടി. ഇതാരൈഡിയെന്ന് പറഞ്ഞേ? തുമാര ഐഡിയ. ആളെ പൊട്ടിക്കാതെ ഇറങ്ങി തിരിച്ച് ഞാൻ അവസാനം ഞാൻ തോറ്റുപോയി. അത് ഇങ്ങനെ തോൽക്കുന്നു, ഇങ്ങനെ ഉണ്ടോ തോന്നി? ഒരു പോലേക്ക് പറയാൻ പറ്റില്ല. ഞാൻ അതിനാൻസർ പറഞ്ഞു. അതിന് ഞാൻ കൊടുത്ത ആൻസേഴ്സ് അല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു. ഇതൊക്കെ ജാതി എന്നെ പറ്റി ഒരു ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തന്നിക്കണേ. ഞാൻ പറഞ്ഞത് ചോദിച്ചതൊക്കെ ടഫ് ക്വസ്റ്റ്യൻ. ചേട്ടനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായാ കടിക്കില്ല ബിലു. എന്നെ പറ്റിട്ടോ? നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിട്ടാണ്. അങ്ങനെയല്ല, നിങ്ങളെ പറ്റിയിട്ട് പാന്റിന്റെ സൈസ് അതൊന്നും സൈസ് ഇതല്ല. കാരണം എനിക്ക് പല സൈസാണ്. ഞാൻ തന്നെ മീഡിയം പിള്ളേരുടെ ആദ്യം ഉപയോഗിക്കാറ്. അത് എനിക്ക് ഇട്ട് നോക്കിയിട്ട് അങ്ങനെ. ആളെ ഇടയ്ക്ക് 34 എടുക്കുക, 32 കൊടുക്കാറുണ്ട്. 32 ചില ബ്രാൻഡുകൾ 32 ടൈറ്റ് ആയിരിക്കും. അപ്പൊ 34 എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ശരിക്കും സൈസ് 32 ആണ്, ശരിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ 34 എടുക്കാറുണ്ട്. അപ്പൊ അതും സത്യമായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് വെറുതെ എടുപ്പിച്ചതാ പണിഷ്മെന്റ്. അത് സത്യമായിരുന്നു കേട്ടോ. ഒരു പാന്റ് അങ്ങനെ ഉണ്ട് 34, അത് ലൂസാണ്. അല്ല 32 ടൈറ്റ് ആവാറ് പതിവുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും നിലവാരമില്ലാത്തോണ്ടാണ് ഞാൻ തോറ്റത്, അല്ലെങ്കിൽ ഞാൻ ജയിച്ചായിരുന്നു. ഒരു പണിഷ്മെന്റ് എടുത്തില്ല, ഒരു പണിഷ്മെന്റ് ചെയ്യും.
ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഭാര്യ റിക്വസ്റ്റ് ചെയ്ത കാരണം ഒരു പണിഷ്മെന്റ് ഞാൻ ഏറ്റിരിക്കുകയാണ്. തുറന്നു വായിച്ചേ, അടുത്ത ചാലഞ്ചിൽ ഞാൻ തുറന്നു വായിച്ചേ. ഇതന്നെ ചെയ്തു പ്രപ്പോസ് യുവർ പാർട്ട്ണർ. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ച പണിഷ്മെന്റ്. എനിക്ക് പ്രപ്പോസ് പ്രപ്പോസ് യുവർ പാർട്ട്ണർ. പാർട്ട്ണറിനെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാ? പാർട്ട്ണർ വേണ്ട, ഞാനിപ്പോ നിങ്ങളെ എന്താ പറയുക ലവർ എന്ന് വിചാരിച്ചോ. ബാബിലോ പ്രപ്പോസ് ഐ ലവ് യു അയ്യേ അതല്ല, ഡയലോഗ് ഒക്കെ വേണം. സാഹിത്യകാരനാണ് കേട്ടോ ആള്. ഞാൻ അഭിനയിച്ചിട്ടാണോ പറയണ്ടേ? അഭിനയിച്ചിട്ടാ പറയണ്ടേ? ആക്ടിങ് ആണോ? എങ്ങനെയായാലും ഓക്കെ. പേര് വീണ തന്നെയാ? എക്സ്പ്രഷൻസ് വീണ, ഞാൻ നിന്നോട് കുറെ നാളായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കണം. നമ്മളെ കണ്ടു, പരിചയപ്പെട്ടു, കൂട്ടുകാരായി, ഇത്ര വർഷമായിട്ടും പക്ഷെ അതെൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കായിരുന്നു. ഒരു 3-4 വർഷമായിട്ട്. അപ്പോൾ ഇതെങ്ങനെ പറയണ്ടേന്ന് ഇത്ര ഞാൻ ആലോചിച്ചു. പിന്നെ പറയാതെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ നീ എന്നിൽ നിന്നും മിസ്സാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. ശരിക്കും ജീവിതത്തിൽ ഇത് എവിടെയാ കേട്ടിരിക്കുന്നേ? നമ്മുടെ ഹൃദയത്തില്. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ 4 അക്കാഡമിക് ഇയേഴ്സ് ഉള്ളൂ. എന്തായാലും കൊള്ളാം. അപ്പൊ ചാലഞ്ച് ഞങ്ങൾ ബോറാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൽ ജയം തോൽവിയൊന്നും നിങ്ങൾ കണക്കൂല് കൂട്ടണ്ട കേട്ടോ. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചാലഞ്ചസ് ചാലഞ്ചസ് ഇനി നമ്മൾ വേറെ ചാലഞ്ചസ് ഒക്കെ ആയിട്ട് വരാട്ടോ. അപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? പിന്നെ ബെല്ലും കൂടി അടിക്കണം. അതെ, ബെല്ലൈക്കൺ അമർത്തി ഞങ്ങളുടെ വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ എന്താ പറയുക, ഞങ്ങളെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ബോറാക്കില്ല എന്ന് വിചാരിക്കുന്നു. അതാണ് നമ്മുടെ എയിം, ബോറാക്കിക്കരുത്. അപ്പോൾ ഒരു പരിപാടിയില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യം. ഇപ്പം ഞങ്ങൾ ഇതിൽ വെറൈറ്റി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ഞങ്ങളുടേതായ രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പം കണ്ടൻസ് എല്ലാം ഒരുപോലെ ആണെങ്കിലും നമ്മൾ ആൾക്കാർ മാറുമ്പോഴും നമ്മൾ ചെയ്യുന്ന രീതിയിലും വ്യത്യാസം വരുമ്പോൾ അത് വ്യത്യാസമായിട്ടിരിക്കുന്ന ആണ് ഞങ്ങൾക്കൊരു വിചാരം അല്ലേ? അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ റിപ്പീറ്റഡ് കണ്ടന്റ് ആണ്, യൂഷ്വൽ കണ്ടന്റ്സ് ആണെന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും കാണുന്നവരെ വണക്കം. ബൈ.